ദിലീപേട്ടന്റെ പടങ്ങളെല്ലാം അടങ്കലെടുത്ത് റീമേക്ക് ചെയ്ത് നശിപ്പിക്കുന്ന ഒരാളുണ്ട് അങ്ങ് കന്നഡയിൽ. കോമഡി കിങ് ജഗേഷ്. ഇങ്ങേര് കന്നഡയിലേക്ക് റീമേക്ക് ചെയ്ത് നശിപ്പിച്ച ദിലീപേട്ടൻ മമത മോഹൻദാസ് കോംബോയിൽ വന്ന മൈ ബോസ് എന്ന സിനിമ ഇങ്ങേര് കന്നഡയിലേക്ക് റീമേക്ക് ചെയ്ത് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ചിത്രം കന്നഡയിലായിട്ട് വരുമ്പോഴത്തേക്കും ചിത്രത്തിന്റെ പേര് സോഫ്റ്റ്വെയർ ഗാണ്ടെന്നാണ്. ഈ ബോണ്ട പോലിരിക്കുന്ന അമ്മാവനാണ് സിനിമയിലെ നായകൻ. മൈ ബോസിലാണെങ്കിൽ ദിലീപേട്ടനെ പോലെ അത്യാവശ്യം കോമഡിയൊക്കെ അവർ വർക്കൗട്ട് ചെയ്ത ഒരാളായിരുന്നു ഷാജോൻ ചേട്ടൻ. ഷാജോൻ ചേട്ടൻ്റെ കോമഡികളൊക്കെ അത്യാവശ്യം നല്ല രസമാണ്. അത് കന്നഡയിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവൻ കോമഡിയാണെന്ന് പറഞ്ഞ് എന്തൊക്കെ എക്സ്പ്രഷൻ ഇട്ട് മെഴുകുന്നല്ലാതെ വേറെ ഒന്നും കാണിക്കുന്നില്ല. ഈ പടം മൊത്തം ഈ എക്സ്പ്രഷൻ ഇട്ട് വെറുപ്പിക്കലാണ് അതിൻ്റെ അത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. മൈ ബോസിലാണെങ്കിൽ മമത ദിലീപേട്ടനോട് സോറി പറഞ്ഞിട്ട് ദിലീപേട്ടൻ അത് ഓർത്ത് ചിരിക്കുന്ന ഒരു സീനുണ്ട്. മലയാളത്തിൽ ഈ സാധനം എങ്ങനെയാണെങ്കിൽ ഇതേ സാധനം കന്നഡയിലോട്ട് പോകുമ്പോഴത്തേക്കും അപ്പാപ്പൻ്റെ ഡാൻസ്, പാട്ട്, പിന്നെ അപ്പാപ്പൻ്റെ കുറേ ബലൂൺ എല്ലാം കൂടെ കയറ്റിയിട്ട് എന്തോ പോലൊരു സാധനം. മൈ ബോസിൽ മമതേനെ നാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ ദിലീപേട്ട ഒരു പാലത്തിൽ നിന്ന് തള്ളിയിടുന്ന ഒരു സീനുണ്ട്. അത് മലയാളത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണമെങ്കിൽ അത് കന്നഡയിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെയാണ്. മലയാളത്തിൽ ദിലീപേട്ടൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചേക്കുന്നത് സായികുമാറാണ്. അവർ രണ്ടുപേരുള്ള സീൻസൊക്കെ അത്യാവശ്യം അടിപൊളിയായിരുന്നു. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ടാറാട്ട്. അയ്യേ, എന്തൊരു വൃത്തിയായിട്ട് ലാംഗ്വേജ് അത് കൺട്രിമാൻ. അയ്യേ, ഒരു അച്ഛനാണ് പറഞ്ഞത്. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. അതേ അച്ഛനും മോനും കന്നഡയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇതും മനു നാട്ടിലെത്തിയപ്പോഴത്തേക്കും കാണാമെന്ന കൂട്ടുകാരനല്ല. ഇതാണ് ഈ സിനിമയിൽ മനുവിൻ്റെ അച്ഛൻ. ഇങ്ങേർക്ക് പകരം മനുവിൻ്റെ അച്ഛനെ പിടിച്ച് നായകനാക്കിയിരുന്നെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിരുന്നു. അത് ശരിയാ. മൈ ബോസിൽ അത്യാവശ്യം നന്നായിട്ട് എടുത്തു വെച്ചൊരു സീനായിരുന്നു ഈ ഫുഡ് കഴിക്കുമ്പോൾ പ്രിയനെ വെറുപ്പിക്കാൻ വേണ്ടി ദിലീപേട്ടൻ ഫുഡ് ഇങ്ങനെ കഴിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. മലയാളത്തിൽ പ്രിയ മാത്രമേ എണീറ്റ് പോവെങ്കിലും അത് കന്നഡയിലോട്ട് വന്നപ്പോഴത്തേക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് ഇറങ്ങി ഓടേണ്ട അവസ്ഥയാണ്. മലയാളത്തിൽ ബെഡ്റൂമിൽ വെച്ച് കിടക്കുന്ന ഈ ഒരു സീനുണ്ട്. ഇത് കന്നഡയിലോട്ട് വന്നപ്പോഴത്തേക്കും ഇതാ ഇങ്ങനെയാണ്. പിന്നെ ക്ലൈമാക്സിലെ ഈ ഒരു സീൻ, ഇത് കോളേജിൽ നിന്ന് മോളെ വിളിച്ചുകൊണ്ട് പോകുന്ന അച്ഛനാണെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് അവസാനം ഒന്നിക്കുന്ന നായകനും നായികയാണ്.